ഹായ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയായിട്ട് എങ്ങും പോകണമെന്നില്ല, വീട്ടിൽ തന്നെ കുക്കിംഗ് ചെയ്യണതിൻ്റെ ഒരു വീഡിയോ ഇടാൻ പുറത്ത്. അപ്പോൾ അല്ല, രാവിലെ ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേട്ടന് പിന്നെ ഷർട്ട് ഇട്ടുകൊണ്ടായിരുന്നു അടുക്കള കയറിയത്. ഭയങ്കര തണുപ്പായിരുന്നു. രാവിലെ എണീറ്റെന്ന് വെച്ചാൽ ചേട്ടനൊന്നും പോകണ്ട, അച്ഛൻ രാവിലെ പോകുക. അപ്പോൾ അച്ഛന് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ ഓർത്ത് രാവിലെ എണീറ്റ് അച്ഛൻ 2-3 ദോശ ഉണ്ടാക്കി വെച്ചിട്ട് ഇച്ചിരി കൂടെ പോയി കിടക്കാൻ ഓർത്താണ്. അപ്പോൾ പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കി ഇന്നലെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. മിനിഞ്ഞാന്ന് വെച്ച മാവാണ്. അതിൻ്റെ ബാലൻസ് ഇരുന്ന് വെച്ചുകൊണ്ട് ഇന്നും ചെയ്യാം. അപ്പോൾ ഇന്നും അരി ഉഴുന്ന് വെള്ളത്തിൽ ഇടണം. എന്നിട്ട് എല്ലാവർക്കും ദോശ ഇഡലിയോടൊക്കെയാണ് ഇഷ്ടം. പിള്ളേരാണെങ്കിലും ദോശ ഇഡലിയും കഴിച്ചോളാം, ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞാണെങ്കിലും കഴിച്ചോളും. ദോശയൊക്കെ ആണെങ്കിലും അവർക്ക് കൊടുക്കാനും നല്ലതാണ്. പുട്ടൊന്നും ആർക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം അച്ഛൻ 2-3 ദോശ ഉണ്ടാക്കി വെക്കാൻ ഓർത്തിരിക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് കുറച്ച് നേരം പോയി കിടക്കാം. അവരാരും എണീറ്റിട്ടില്ലേ, അച്ഛൻ മാത്രമേ എണീറ്റിട്ടുള്ളൂ. ഞാനും ഒന്ന് എണീറ്റപ്പോൾ അച്ഛൻ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഓർത്ത് പിന്നെ ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോയി കപ്പ മേടിച്ചായിരുന്നേ. കപ്പ മേടിച്ചെന്ന് വെച്ചാൽ തലൽപ്പറമ്പിൽ പോയി അപ്പം ബീഫ് മേടിക്കണുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നും അങ്ങനെ കഴിക്കാനായിട്ട് വേറെ ഒന്നും ചോറ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കപ്പയും കൂടെ മേടിച്ചങ്ങ് വേവിച്ചേക്കാൻ ഓർത്തേ. അപ്പോൾ ഞാൻ പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കാൻ ഓർത്ത് ഉള്ളിയെല്ലാം പൊളിച്ചെടുത്തപ്പോഴേക്കും ചേട്ടൻ സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ചേട്ടനും കപ്പയൊക്കെ നിന്ന് പൊളിക്കുവാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടെ നമ്മൾ രണ്ടുപേരും കൂടെ ചെയ്തില്ലെങ്കിൽ ഇപ്പോഴൊന്നും തീർത്തില്ല. കൊച്ചുറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവളിപ്പോൾ എണീറ്റ് നടക്കും കൂടെ. അപ്പം അവളെ ഉറക്കിയിട്ട് അവളെ ഉറക്കാൻ കുറേ നേരം ഞാൻ നോക്കി, പക്ഷേ നടന്നില്ല. പിന്നെ ചേട്ടൻ പറഞ്ഞു അവളോട് നടക്കട്ടെ എന്ന് പറഞ്ഞു. കഴിഞ്ഞിട്ട് കരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവൾ ഉറങ്ങിയായിരുന്നേ. കപ്പയൊക്കെ ചേട്ടൻ പൊളിച്ച് തന്നു. ഞാൻ പിന്നെ ബീഫെല്ലാം കഴുകി എല്ലാം ശരിയാക്കി ബീഫൊക്കെ സെറ്റാക്കി വെച്ച് പെട്ടെന്നങ്ങ് ഉണ്ടാക്കിയെടുത്ത്. രാവിലെ ദോശയായിരുന്നു കഴിക്കുന്നത്, ദോശയും ചമ്മന്തിയായിരുന്നു. ചേട്ടൻ ദോശയും ചമ്മന്തി കഴിച്ചില്ല. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഉള്ളപ്പോഴേക്കും കപ്പയുണ്ടല്ലോ, അപ്പോൾ അതും കഴിക്കാൻ നോക്കി. കൊച്ചും കഴിച്ചില്ല. അവിടെ എനിക്ക് പച്ചരി ഉഴുന്നും കുറച്ച് ഉലുവയും കൂടെ ഇടുവേ, നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കുറച്ച് ഉലുവയും കൂടെ ഒക്കെ ഇട്ട് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ മാറ്റി വൈകുന്നേരത്തേക്ക് അരച്ചെടുക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് അതൊക്കെ ചെയ്തേ. ഞങ്ങൾ തലൽപ്പറമ്പിൽ നിന്നാണ് സാധനമൊക്കെ മേടിക്കുന്നത്. അപ്പോൾ രാവിലെ ചേട്ടൻ പോയി മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ ഇച്ചിരി ഒന്ന് ഉറങ്ങിപ്പോയി. കഴിപ്പിക്കുകയും ചേട്ടൻ പോയി മേടിച്ചുകൊണ്ട് വന്ന്. പിന്നെ ഞങ്ങൾ എന്തോ മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മയിലിനെ കണ്ടത്. എന്ത് മേടിക്കാനാണ് ഓർക്കണില്ല, എന്തോ മേടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. അത് കഴിഞ്ഞപ്പോൾ ഫുൾ ഇതായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. പെട്ടെന്ന് ബീഫ് കറിയൊക്കെ വെച്ച് ഞാൻ കറി ഇവിടെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. കുരുമുളകൊക്കെ ഇട്ട് ബീഫ് റെഡി ആയത്. കപ്പ അവസാനം കുരുമുളക് പൊടി ഇട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് നല്ല ടേസ്റ്റ്. അവസാനം കുരുമുളക് പൊടി ഇടുമ്പോഴേ ഞാൻ ആ ഇരട്ടയിൽ വേവിച്ചതിൽ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിലും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കപ്പയൊക്കെ ആയിട്ടുണ്ട്. കപ്പയും ബീഫും കൂടെ കൂട്ടി കൊച്ചിന് കൊടുക്കാവേ. ഞാൻ രാവിലെ കഴിച്ചായിരുന്നു, ദോശ കഴിച്ചായിരുന്നു. അപ്പോൾ ഇത് കൊച്ചിന് എടുക്കുവാണ്. അപ്പോൾ എത്ര ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. ബായ്.